ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇതുവരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തുന്ന കൺവേർഷൻ ക്യാരക്ടേഴ്സ് ആൻഡ് കീവേഡ്സ് ആണ്. സി ലാംഗ്വേജിൻ്റെ കീവേഡ്സും കൺവേർഷനും വെച്ച് നമുക്ക് പ്രോഗ്രാമിന് വേണ്ടുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലാസ്സുകളാണ് നമ്മൾ ഓരോ ടോപ്പിക്കിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ കെയർ ആയിട്ട് മനസ്സിലാക്കി വരണം. പ്രോഗ്രാം റൈറ്റ് ചെയ്യാനുള്ളതാണ്. C language has predefined 32 keywords. Predefined or reserved word having its own importance and having its own functionality. It is a predefined word used by the compiler. You do not create the user or don't use the identifier name or variable name. കീവേഡ്സുകൾ ഐഡൻറ്റിഫയർ നെയിമായിട്ടോ വേരിയബിൾ നെയിമായിട്ടോ ഫംഗ്ഷൻ നെയിമായിട്ടോ ഉപയോഗിക്കാൻ പാടില്ല. കമ്പൈലർ യൂസ് ചെയ്യുന്ന വേർഡുകളാണ് കീവേഡ്സുകൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ഐഡൻറ്റിഫയർ? ഐഡൻറ്റിഫയർ ഈസ് ദ യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. User defined words, it composed of uppercase letters, small case letters, numbers, underscore. Identifier cannot be the start with digits numbers, only underscore or characters. uppercase or lower case or characters underscore le വേണം നമ്മൾ array name ആയാലും function name ആയാലും കൊടുക്കേണ്ടത്. വേരിയബിൾ നെയിംസ് ആയാലും ഡിജിറ്റലിൽ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ. C language has the following keywords, that is 32 keywords display there. Look there and understand there. ഓരോ പ്രോഗ്രാമിലും നമ്മൾ ഈ വേർഡുകളെല്ലാം നമ്മൾ ഓരോന്നായി 1 by 1 ആയിട്ട് പഠിച്ചു വേണം നമ്മൾ പ്രോഗ്രാം എഴുതാൻ. അപ്പോൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകും. അടുത്തത് ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് allows to read the input and output data. Input and display the output to the formatted as per your requirements. നമ്മൾ ആവശ്യാനുസരണം ഡേറ്റ ഇൻപുട്ട് ചെയ്യാനോ അത് ഡിസ്പ്ലേ ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണ്. അതിനുപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് STDIO, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽസ്. C provides scanf and printf standard functions. Scanf used for input data, printf for output data. Syntax of scanf. Scanf കഴിഞ്ഞിട്ട് ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റിനകത്താണ് നമ്മൾ ഫസ്റ്റ് എന്താണോ നമ്മൾ ആ മാറ്റർ അതാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വേരിയബിൾ നെയിംസ് ആണ് 1 by 1 ആയിട്ട് നമുക്ക് കോമയിട്ട് യൂസ് ചെയ്യാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് സെമിക്കോളൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം സെമിക്കോളൻ കൊടുക്കുക. പ്രിൻ്റ് എഫിൻ്റെയും ഫോർമാറ്റ് ഞാൻ സിൻടാക്സ് അവിടെ കൊടുത്തിരിക്കുന്നു. ഫോർമാറ്റ് കോമ ഡേറ്റ 1 2 ആയിട്ട് നമുക്ക് കോമയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പ്രിൻ്റ് എങ്ങനെയാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്? നമുക്കിവിടെ ഒരു സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പറോ നെയിമോ എൻട്രി ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് ചെയ്യാനായിട്ട് സ്കാനപ്പ് പ്രിൻ്റ് എൻ്റർ യുവർ റോൾ നമ്പർ ആൻഡ് നെയിം എന്നൊരു മെസ്സേജ് നമുക്ക് സ്ക്രീനിൽ വേണമെങ്കിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിൻ്റ് എഫ്. അതിൻ്റെ ബ്രാക്കറ്റിൽ എന്താണോ നമുക്ക് വേണ്ടുന്നത് അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിൻ്റ് എഫ് കഴിഞ്ഞിട്ട് എൻ്റർ യുവർ റോൾ നമ്പർ ആൻഡ് നെയിം. സ്ലാഷ് എന്നത് പറയുന്ന ഒരു കൺവേർഷനാണ്. ലൈൻ ഇൻസേർട്ട് ചെയ്യാൻ കൊടുത്തേക്കുന്ന ഒരു കൺവേർഷനിലെ കോഡാണ് നമ്മൾ സ്ലാഷ് ചെയ്യുന്നത്. കൊട്ടേഷനിൽ കൊടുത്ത് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമി കോളിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യും. നേരത്തെ റൂൾസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് സ്കാനഫിനകത്തും നമ്മൾ പ്രിൻ്റ് എഫ് സ്കാനഫ് ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് %d/s എന്നൊക്കെ സ്ട്രിങ്ങും ഇൻറ്റിജറിനും വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് കൺവേർഷൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. കൺവേർഷൻ ക്യാരക്ടേഴ്സ് എന്താണ്? നെക്സ്റ്റ് ആണ് കൺവേർഷൻ ക്യാരക്ടർ. ഇവിടെ %d ഡേറ്റ കൺവേർട്ടഡ് ഇൻറ്റു ഇൻറ്റിജർ ആണ്. SE പോരിക്കുന്ന ടേക്കണാസ് എ ക്യാരക്ടർ. എസ് സ്ട്രിങ്ങും ആൻഡ് ക്യാരക്ടർ ബൈ ആയിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ എസ് കൊടുക്കുന്നു. സ്ട്രിങ് ഡേറ്റയ്ക്കാണ്. ഫ്ലോട്ട് ഡേറ്റയ്ക്കാണ് %f. LF കൊടുത്തിരിക്കുന്നത് സ്മാൾ ലെറ്റർ LOF ഡബിൾ ഫ്ലോട്ടാണ്. ലോങ് ഫ്ലോട്ടാണ്, ഡബിളാണ് നമ്മൾ LF കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡബിള്, ലോങ് ഡബിള്, ഫ്ലോട്ട് ആ നമ്പേഴ്സ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോഡുകൾ ഉപയോഗിക്കാം. /n/t ഈസ് ദി സിമ്പലും. ന്യൂ ലൈൻ ഇൻസേർട്ടാണ് /n. ടാബ് സ്പേസ് കിട്ടാനാണ് /t. ഇത് രണ്ട് സിമ്പിളാണ്. നമ്മൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റുകൾ റൈറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സിമ്പിൾ ക്യാരക്ടേഴ്സുകൾ മനസ്സിലാക്കിയിരിക്കുക. ലുക്ക് ഹിയർ, ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് റൈറ്റ് ചെയ്തിരിക്കുന്നു. സ്കാനഫും പ്രിൻ്റ് എഫ് വെച്ച് നമ്മൾ കമൻറ്റ് കൊടുത്തിരിക്കുന്നു. പ്രിൻ്റ് എഫ് എൻ്റർ യുവർ റോൾ നമ്പർ ആൻഡ് നെയിം.
/n യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ? നെക്സ്റ്റ് ലൈനായിട്ട് നമ്മൾ സ്കാൻഫ് %d പെർസെൻറ്റേജസ് കോഡ് കൊടുത്തിരിക്കുന്നതുണ്ടോ? ആ സിമ്പിൾസുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് റോൾ നമ്പർ ഇൻറ്റിജറും നെയിം എന്ന് പറയുന്നത് സ്ട്രിങ്ങുമാണ്. അതാണ് നമ്മൾ %d എന്നും s എന്നും കൊടുത്തിരിക്കുന്നത്. പ്രിന്റ് യുവർ റോൾ നമ്പർ %d റോൾ നമ്പർ നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്യാനാണ്. യുവർ റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റോൾ നമ്പർ അവിടെ വരണം. റോൾ നമ്പർ നെയിം എന്ന് സ്മോൾ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത് വേരിയബിൾ നെയിമാണ്. നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതാൻ. അപ്പോൾ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, അതിലൊക്കെ ലെറ്റേഴ്സുകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. അതിനകത്ത് വരുന്ന സിമ്പിൾസുകൾ, അതിനകത്ത് വരുന്ന കൺവേർഷൻ ക്യാരക്ടേഴ്സ്, ഇത് ഇത്രയും നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ, കൺവേർഷൻ ക്യാരക്ടേഴ്സ്, സിമ്പിൾസ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് എഴുതിയേക്കുന്നത് മനസ്സിലായല്ലോ? ഓക്കെ, അവിടെ ഇനി പ്രോഗ്രാം ബൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. Dear friends, once again, we mostly arrange the keywords. Better ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. കീവേഡ്സുകൾ, ഐഡൻറ്റിഫയർ, അറേക്കോ ഫങ്ഷൻസിനോ നമ്മൾ കൊടുക്കുന്ന യൂസർ ഡിഫൈൻഡ് നെയിമുകളാണ് നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അതിൻ്റെ റൂള് ക്യാരക്ടേഴ്സിൽ തുടങ്ങണം, അല്ലെ അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്യണം, സ്പേസ് പാടില്ല, വേർഡുകൾ തമ്മിൽ അണ്ടർസ്കോർ ഇട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ അതിനകത്ത് പാലിക്കേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം എഴുതുമ്പോൾ വേണ്ടുന്ന ക്യാരക്ടർ കൺവേർഷനും സിമ്പിൾസുകളുമാണ് നമ്മൾ എഴുതിയത്. 2 ഫംഗ്ഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ അവിടെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടതെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ പറയുന്നത് ജസ്റ്റ് നമ്മളൊരു പ്രോഗ്രാം സാമ്പിൾസ് ആയിട്ട് തന്നാൽ അതിനകത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്താണ് വേരിയബിൾ, എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, പ്രോഗ്രാമിൻ്റെ ഹെഡർ, നമ്മൾ പ്രോഗ്രാം റൂൾസ് പറഞ്ഞു. ആ പ്രോഗ്രാം റൂൾസ് അനുസരിച്ചുള്ള ഒരു പ്രോഗ്രാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇത്രയും നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. കുട്ടികൾക്ക്, സ്റ്റുഡൻസിന്, C++ പഠിക്കാനുള്ള സ്റ്റുഡൻസിനൊക്കെ പരീക്ഷാ സമയമാണ്. കൂടുതൽ വൺ വേർഡ്സുകളൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് കറക്റ്റായി മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.